അതെന്താണെന്നറിയണ്ടേ? കേട്ടോളൂ. ഹലോ. ഇന്ന് ഞാൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ വളരെയധികം ദാഹിച്ചാണ് വന്നത്. സാധാരണ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇതാ മൺകുടത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ എടുത്ത് കുടിക്കും. അപ്പോൾ ഞാൻ ഒന്ന് കുടിക്കാണ്ട് പോവുകയാണ്. ഇതിലേക്ക് ഞാനിതായി ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചു. വാവ്, സൂപ്പർ! നല്ല കിണറ്റിൽ നിന്നും കോരി കുടിക്കുന്ന പോലെയുള്ള കുളിർമയുള്ള വെള്ളം. ഏകദേശം 2 മാസം മുൻപ് ഒരു യാത്രയിലാണ് ഞാൻ ഈ മൺകുടം കണ്ടെത്തിയതും അത് വാങ്ങിയതും. ഇതാ ഈ ഒരു വെള്ളം കുടിച്ചപ്പോൾ മൺകുടമേ നിന്നോട് ചോദ്യം ചോദിക്കട്ടെ, നിനക്കെങ്ങനെയാണ് ഇത്രയും കുളിർമയുള്ള ഈ വെള്ളം തരാൻ കഴിയുന്നത്? ഇതാ ആ മൺകുടം എന്നോട് കഥ പറയുന്നു. അതെന്താണെന്നറിയണ്ടേ? കേട്ടോളൂ. എവിടെയോ കിടന്ന കുറച്ച് കളിമണ്ണായിരുന്നു. എന്നാൽ പാത്രം നിർമ്മിക്കുന്നയാൾ അഥവാ കുശവൻ എന്നെ അവിടെ നിന്നും കോരിയെടുത്തു. വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നത്. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആദ്യം തന്നെ അദ്ദേഹം എന്നിലുള്ള എല്ലാ മാലിന്യങ്ങളെയും മാറ്റി എന്നിലേക്ക് അല്പം വെള്ളമൊഴിച്ച് എന്നെ ചവിട്ടി കുഴയ്ക്കാൻ തുടങ്ങി. എന്നെ ഇതുപോലെ അപമാനിക്കാൻ വേണ്ടിയാണോ കൊണ്ടുവന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. എങ്കിലും ഞാനത് മനഃപൂർവ്വം സഹിച്ചു, ക്ഷമിച്ചു. എന്നാൽ ആ കുഴഞ്ഞ രൂപത്തെ അദ്ദേഹം എടുത്ത് അദ്ദേഹത്തിൻ്റെ പണിശാലയുള്ള ഒരു ചക്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചു. ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഈ ചക്രത്തിൻ്റെ മുകളിൽ വെക്കുന്നത്? എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ഞാൻ കറങ്ങാൻ തുടങ്ങി. ആദ്യമൊക്കെ എനിക്കൊരു കൗതുകമായിരുന്നു. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ കറങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ചു. ആരും എന്നെ സഹായിക്കാൻ എത്തിയില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ടായിരുന്നു. ഞാൻ വട്ടത്തിൽ കറങ്ങുമ്പോഴും അതാ ആ കുശവൻ്റെ 2 കൈകൾ എൻ്റെ മുകളിലുണ്ട്. അദ്ദേഹം ആ മണ്ണിനെ രൂപപ്പെടുത്തുകയാണ്. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ ഞാനൊരു പാത്രമായി മാറിയിരിക്കുന്നു. അപ്പോൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ 2 കൈകൾ എന്നെ മെനയുകയായിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം അതെന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റി. ഞാനപ്പോൾ ഒരു പാത്രത്തിൻ്റെ രൂപമായിരുന്നെങ്കിലും എന്നെ തൊട്ടാൽ കുഴഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്നെ ഉണങ്ങാൻ കൊണ്ട് മാറ്റിവെച്ചു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ മനോഹരമായ ഉറപ്പുള്ളൊരു പാത്രമായി. എനിക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷേ അദ്ദേഹം എന്നെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇതെങ്ങോട്ടേക്കാണോ ആവോ? ഞാൻ ഇങ്ങനെ നോക്കി നിന്നു. എന്നാൽ പിന്നീട് പോയത് വളരെ വേദനാജനക ഒരു അനുഭവത്തിലേക്കായിരുന്നു. അത് മറ്റെങ്ങുമല്ല, തീച്ചുളയിലേക്കാണ് അദ്ദേഹം എന്നെ കൊണ്ടുവച്ചത്. ചില ദിവസങ്ങൾ ഞാനിവിടെ കിടന്ന് വെന്ത് നീറിപ്പുകഞ്ഞു. എന്തിനാണ് ഇതുപോലത്തെ അനുഭവം എന്ന് പോലും ഞാൻ ചിന്തിച്ചു. ഞാൻ ആ മണ്ണായി അവിടെ കിടന്നിരുന്നെങ്കിൽ എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആ മൺകുടം പുറത്തെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ പുഞ്ചിരി ഒന്ന് കാണേണ്ടതായിരുന്നു. അദ്ദേഹം എന്നെ ഒന്ന് കൊട്ടി നോക്കി. ഇതാ നല്ലൊരു ശബ്ദം, യാതൊരു പൊട്ടലുകളുമില്ലാത്ത മനോഹരമൊരു പാത്രം എന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അതിനുശേഷമാണ് നിങ്ങൾ എന്നെ വാങ്ങിക്കൊണ്ടുപോയത്. അതുകൊണ്ട് ഇപ്പോൾ തീക്കോ വെള്ളത്തിനോ എന്നെ തകർക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി എനിക്ക് തണുത്ത വെള്ളം നിങ്ങൾക്ക് തരാൻ കൂടി കഴിയുന്നു. ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് എന്നെ തകർക്കാൻ കഴിയുന്നില്ല. എത്ര കാലം വേണമെങ്കിലും ഞാൻ ഇതേ രൂപത്തിരിക്കാൻ കഴിയും. ആർക്കും എന്നെ തകർക്കാൻ കഴിയില്ല. അതിന് പിന്നിൽ കാരണം ഒന്ന് മാത്രം, ഈ വേദനകളും തീച്ചുളയും വെള്ളവുമെല്ലാം ഞാൻ ഒരിക്കൽ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്കിന്നിപ്പോൾ അനേകർക്ക് കുളിർമയുള്ള വെള്ളം തരാൻ കഴിയുന്നു. ഇതൊരു മൺകുടത്തിൻ്റെ കഥയാണെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും ഇതുപോലെയല്ലേ? ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ചില വേദനകൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, ദൈവം എന്തിനാണ് ഇതുപോലൊരു ജീവിതമെന്ന്? എന്നാൽ ഒന്ന് ഓർക്കുക, അനേകർക്ക് ആശ്വാസമേകുവാൻ, അനേകർക്ക് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യ്ക്കുവാൻ, അനേകർക്ക് നല്ല വാക്കുകൾ പറയുവാൻ നമ്മെ രൂപപ്പെടുത്തുകയാണ്. നമ്മെ ഒരു മാനപാത്രമാക്കി തീർക്കാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. പലപ്പോഴും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടില്ല, ദൈവം എന്തിനാണ് ഇതുപോലത്തെ ജീവിതമെന്ന്? എന്നാൽ ഒന്ന് ഓർക്കുക, നമ്മുടെ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളുമെല്ലാം നമ്മെ തകർത്ത് കളയാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മെ ഒരു മാനപാത്രമാക്കി രൂപപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ നോക്കി, പ്രതിസന്ധികളെ നോക്കി പരിതപിക്കുകയല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മെ രൂപപ്പെടുത്തുന്ന ഒരു പണിശാലയായി മാത്രം കാണുക. കാരണം മറ്റൊന്നുമല്ല, വരും ദിനങ്ങളിൽ നിങ്ങൾക്ക് അനേകർക്ക് ആശ്വാസമായി തീരുന്ന ഒരു മാനപാത്രമായി തീരാൻ പോകുന്നു. നല്ലൊരു ദിനം നേരുന്നു. ബൈ.